ഉപതെരഞ്ഞെടുപ്പിന് 8 ദിവസം ശേഷിക്കെ നിലമ്പൂർ പ്രചാരണ ചൂടിൽ. കോൺഗ്രസിനും CPM-നും വിജയം നിർണായകമായ തെരഞ്ഞെടുപ്പിൽ സർവ പ്രചാരണ ആയുധങ്ങളും പുറത്തെടുത്താണ് മുന്നണികളുടെ മുന്നേറ്റം. ഇന്നലെ 11 മന്ത്രിമാരാണ് പ്രചാരണത്തിനെത്തിയത്. കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെല്ലാം മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. BJP വോട്ട് വർധനവാണ് ലക്ഷ്യമിടുന്നത്. PDP, വെൽഫെയർ പാർട്ടികളുടെ പിന്തുണ സംബന്ധിച്ചാണ് അവസാന ഘട്ടത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ കൊഴുത്തു കയറുന്നത്. വന്യജീവി ആക്രമണവും തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാണ്. ഇടതുപാളയം വിട്ട അൻവർ നേടുന്ന വോട്ടുകൾ നിർണായകമാകുന്നതിനാൽ അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നു. വെൽഫെയർ പാർട്ടിയും PDP-യും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ നിലപാട് വ്യക്തമാക്കിയതോടെയാണ് ആരോപണ പ്രത്യാരോപണങ്ങളുമായി UDF-ഉം LDF-ഉം രംഗത്തെത്തിയിരിക്കുന്നത്. ഇരു മുന്നണികളും വർഗീയ ശക്തികൾക്ക് പിന്നാലെ പോകുന്നു എന്നാണ് ആരോപണം. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ വർഗീയ ശക്തികളുടെ പിന്തുണ തേടി, മതഭീകരവാദ ശക്തികളുടെ പിന്തുണ തേടി തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള പരിശ്രമമാണ് LDF-ഉം UDF-ഉം നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDF ആഗോള മതഭീകരവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ പരസ്യമായി സ്വീകരിച്ചിരിക്കുക. ആര്യാടൻ ഷൗക്കത്തിന് കോൺഗ്രസ് നേതാക്കൾ ചാർത്തിക്കൊടുത്ത പട്ടം മതനിരപേക്ഷതയുടെ പട്ടമായിരുന്നു, മതഭീകരവാദികൾക്കെതിരായിട്ടുള്ള നിലപാടായിരുന്നു സ്വീകരിക്കുന്നത് എന്നുള്ളതായിരുന്നു. എന്നാൽ സ്വന്തം കാര്യം വന്നപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള രാജ്യാന്തര ബന്ധങ്ങളുള്ള മതഭീകരവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അവർ പരസ്യമായി സ്വീകരിച്ചിരിക്കുക. ഇടതുപക്ഷമാവട്ടെ കോയമ്പത്തൂർ ഭീകരവാദ ആക്രമണം, ബംഗളൂരു ഭീകരവാദ ആക്രമണം, നൂറുകണക്കിന് ആളുകളെ കൊല ചെയ്ത നിരവധി ഭീകരവാദ ആക്രമണ കേസുകളിൽ പ്രതിയായിട്ടുള്ള ISS-ന്റെ സംഘടന PDP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് അവര് സഖ്യത്തിലാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കിട്ടും എന്നുള്ളത് കൊണ്ട് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന, നാടിനെ കലാപത്തിലേക്ക് നയിക്കുന്ന ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ്. PDP പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണെന്നും പഴയ വർഗീയ നിലപാടോ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രീയവാദങ്ങളോ അവർക്കില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. LDF-ന് പിന്തുണ പ്രഖ്യാപിച്ച അഖില ഭാരത ഹിന്ദു മഹാസഭ ആരാണെന്ന് പോലും അറിയില്ലെന്നാണ് CPM-ന്റെ നിലപാട്. CPM-ന് പിന്തുണ നൽകുമ്പോൾ അവരെ മതനിരപേക്ഷവാദികളും UDF-ന് പിന്തുണ നൽകുമ്പോൾ വർഗീയവാദികളുമാക്കുന്നത് സ്ഥിരം പരിപാടിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചടിച്ചത്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നതില്ലെന്നും അവരുടെ സമീപനത്തിൽ മാറ്റം വന്നതായും അദ്ദേഹം വ്യക്തമാക്കി. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രധാന മുന്നണികളിൽ കൂടുതൽ നേതാക്കൾ പ്രചാരണത്തിനായി എത്തും. അതേസമയം മുഖ്യമന്ത്രിയുമായി അകന്നതിനെ തുടർന്ന് ഇടതു മുന്നണി വിട്ട PV അൻവർ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ്. മണ്ഡലത്തിലെ അൻവർ എഫക്ട് എന്താകുമെന്നാണ് മുന്നണികൾ തലപുകഞ്ഞ് ആലോചിക്കുന്നത്. 2021-ലെ തെരഞ്ഞെടുപ്പിൽ 27,000 വോട്ടിനാണ് അൻവർ ജയിച്ചത്. 81,277 വോട്ടുകൾ നേടുകയും ചെയ്തു. 2016-ൽ ഇപ്പോഴത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെ 11,504 വോട്ടിനാണ് അൻവർ ജയിച്ചത്. 77,858 വോട്ടുകൾ നേടുകയും ചെയ്തു. UDF-ന് ശരാശരി 75,000 വോട്ടുകളും LDF-ന് 60,000 വോട്ടുകളും മണ്ഡലത്തിലുണ്ടെന്നാണ് വിലയിരുത്തൽ. അൻവർ 10,000-ന് മുകളിൽ വോട്ട് നേടുകയാണെങ്കിൽ ജയപരാജയങ്ങളെ സ്വാധീനിക്കാനാകും. തുടർഭരണമെന്ന ലക്ഷ്യത്തോടെ പോകുന്ന LDF വിജയം പ്രധാനപ്പെട്ടതാണ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ നിലമ്പൂരിലെ ഫലമാകും UDF-ന്റെ തുടർ നീക്കങ്ങളെ സ്വാധീനിക്കുക. ന്യൂസ് ഡെസ്ക് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.